അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്നെടുത്ത ഒരു വീഡിയോ ആണ്. അതിൽ തന്നെ ഞാൻ മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് മുട്ടമാലയും മുട്ടസുർക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 5 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറിയ അളവിലാണ് കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എഗ് യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓരോ മുട്ട എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മുട്ട പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട പൊട്ടിച്ച ശേഷം അതിൽ എഗ് വൈറ്റ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ യോക്ക് എടുത്തിട്ട് വേറെ ബൗളിൽ ഇട്ട് കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ മുട്ട പൊട്ടിച്ച് ആ തോടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ രണ്ടും നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള കുറച്ച് കഴിഞ്ഞിട്ട് മതി മുട്ടസുർക്ക ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണത്. കലക്കിയെടുത്ത എഗ്ഗിയൊക്കെ ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടമാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇത് വേണമെന്നില്ല, നമ്മൾ സാധാരണ ബോട്ടിലെടുത്താൽ മതി, പ്ലാസ്റ്റിക് ആയിട്ടുള്ള. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ തോട് തന്നെ മതി, അതിൻ്റെ അടിയിലൊന്ന് ഓട്ടാക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ എഗ് യോക്കിൻ്റെ മിക്സ് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മുട്ടമാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചതച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി മാറ്റി കുരു മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയും വെള്ളമൊക്കെ ഞാനിതിന് ഏലക്കയുടെ കുരു ഒന്ന് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വെള്ളത്തിലുണ്ട്. പഞ്ചസാരയും വെള്ളമൊക്കെ ഇതാ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കയ്യിൽ പിടിച്ച് ഒട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവായാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടമാലയുടെ മിക്സ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുട്ടമാലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ മുട്ടമാല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ സ്പീഡ് കുറച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ടമാല റെഡിയാക്കി കിട്ടും. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ഈ മുട്ടമാല അതിൽ നിന്ന് എടുക്കാൻ. അങ്ങനെ മുട്ടമാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മുട്ടമാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടമാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷുഗർ സിറപ്പ് കട്ടിയായി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മുട്ടമാല ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാ മുട്ടമാല ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടസുർക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുട്ടസുർക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എഗ് വൈറ്റിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാത്ത കാരണമാണ് ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടമാലയുടെ ആ ഷുഗർ സിറപ്പ് ബാക്കി ഉണ്ടാവും, അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്തിട്ട് മുട്ട ഇതുപോലെ കലക്കിയെടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ആയ കാരണം ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കാതെ ഇരുന്നത്. നമ്മുടെ മുട്ട സുർക്കയ്ക്ക് അധികം മധുരം പാടില്ല, ചെറിയൊരു മധുരം ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം മുട്ടമാല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ ഈ മുട്ട സുർക്ക അധികം മധുരം വേണ്ട. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മുട്ട സുർക്ക ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഈ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ച ഈ എഗ് വൈറ്റിൻ്റെ മിക്സ് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ മുകൾ ഭാഗമായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്.
ബട്ടർ പേപ്പർ തന്നെ വേണമെന്നില്ല, ഇതൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടച്ചെടുത്താൽ മതി എഗ് വൈറ്റിൻ്റെ മിക്സ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. സുർക്ക ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. മുട്ടമാലയും മുട്ടസുർക്കയും നമ്മളിത് തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പെരുന്നാളിൻ്റെ അന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മുട്ടമാലയും മുട്ടസുർക്കയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമായി. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ പത്തിരി പരത്തിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരിയൊക്കെ ചുട്ടെടുത്ത ശേഷം ഞാൻ ചായ ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ നമുക്ക് പെരുന്നാൾക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ ആരെയും വിളിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലല്ലോ, അതുകൊണ്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ചായ ഉണ്ടാക്കിയ ശേഷം നമ്മൾ പിന്നെയാണ് ബിരിയാണി പണിയൊക്കെ നോക്കുന്നത്, ചായ കൂടി കഴിഞ്ഞിട്ട്. കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കാനില്ലാത്ത കാരണം മെല്ലെ ആക്കുന്നുള്ളൂ. ചായ ഉണ്ടാക്കുന്ന സമയത്തിന് ഞാൻ കുറച്ച് സാലഡ് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്, പത്തിരിയുടെയും ചിക്കൻ കറിയുടെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ റെഡിയായി വന്നപ്പോൾ ഞാനത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അതിന് ശേഷമാണ് ബിരിയാണിയുടെ പണിയൊക്കെ നോക്കിയത്. അങ്ങനെ ചാടി കഴിഞ്ഞ ശേഷം ബിരിയാണിക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ്. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഓൾറെഡി കുറേ ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊന്ന് മസാല പുരട്ടി വെച്ച ശേഷം ബിരിയാണിക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ്. ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളി തൊലി കളഞ്ഞതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നാവും. അങ്ങനെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച ശേഷം ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു ട്രിപ്പ് ഫ്രൈ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ബിരിയാണിക്ക് വേണ്ട അരി ഒന്ന് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം ഞാനത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം കളയാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ചിക്കൻ പൊരിച്ച ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ 4-5 ബിരിയാണിയുടെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ മല്ലിയിലയും ചിക്കൻ ഫ്രൈ ആക്കിയതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി റെഡിയാക്കി ഞാൻ ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാ റെസിപ്പീസും കാണിക്കാതിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് തൈര് ഉണ്ടാക്കി. തൈരിൽ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഉള്ളി അതുപോലെ കുറച്ച് മുന്തിരി കട്ട് ചെയ്തതും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു. എവിടെയും പോകാനൊന്നും പറ്റില്ലല്ലോ, കാരണം ഈ സമയം ശരിയല്ലല്ലോ. അതുപോലെ ആരും വീട്ടിലേക്ക് വിളിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.